അങ്ങനെ അന്ന് മുട്ട പൊട്ടിച്ച് മുട്ട വാങ്ങി വെച്ചിരുന്നേ ഇമ്മ കണ്ട് അത് കിട്ടുകയൊന്നുമില്ല. മുട്ട വാങ്ങിച്ചിട്ട് ഇപ്പം വന്നിട്ടില്ല. ഇപ്പം വൈകുന്നേരത്തേക്ക് വരും. ഒക്കെ പേടിയാണ്. മുട്ട പൊട്ടിച്ചിട്ട് കിടം കൂടെ ഇത് നാരെല്ലാം കൂടെ കഴുകി വെക്കണം. ഇപ്പം കയ്യല്ല നമുക്ക് എന്താ പറയേണ്ടതായി. കാര്യം ചെയ്യാനുള്ള പാത്രമെല്ലാം കൈവട്ടെ. മുട്ട വെച്ച പാത്രം ഒന്ന് കഴുകിയിട്ട് ഇനി ഒരു പണി ഞാൻ ഇവിടെ ചെയ്തില്ല. ആൾക്കാർ മുട്ടയെ പൊട്ടിച്ച് മുട്ട വാങ്ങാൻ പേടിയും തോപ്പിക്കില്ല. കയ്യല്ലേ ഫ്രിഡ്ജിൽ മുട്ട നോക്കട്ടെ. അമ്മക്ക് തീരുവാ. അതെൻ്റെ പേടി. ഇതെല്ലാം പഠിച്ചോനെ. ആകെ ഒരു മുട്ടയുള്ള ഇന്ന് രാത്രിയുടെ കാര്യമായിട്ടാക്കാൻ വെച്ചിരിക്കും. ഇതിൻ്റെ കാര്യം കണ്ണിന്ന് കൊല്ലും. പാത്രം കൈ വെക്കട്ടെ. ഒരു പണിയും ഞാൻ ചെയ്തില്ല എന്നാണ് പറയാം. മുട്ടയും കറക്റ്റായി പൊട്ടിച്ചോട്ട് കൃത്യസമയത്ത്. കയ്യിൽ മാറാത്തില്ല. ഒരു സാധനം പോലെ ഉണ്ട് കാണാൻ. അതാ ഫോണടിന്ന് ഞാൻ വിളിക്കുന്നേ. ഇമ്മയാട്ടോടി. ഹലോ. എന്തേനു വിളിച്ചേ? പറഞ്ഞോ. എന്തെന്നീ കറി ഉണ്ടാക്കി വെക്കാനാ? ഇറച്ചി വെക്കാനാ? ഞാൻ പോകുന്നില്ലേ. എന്തെന്ന് കഴിക്കോ? ഞാൻ ചെയ്യാൻ മതി. ഓക്കെ. ഇറച്ചി ഞാൻ കേൾക്കണം. കയ്യല്ലേ ഇറച്ചി പറ്റി എൻ്റെ വീട്ടിൽ തന്നെ. ചിക്കൻ കൊടുക്കാത്ത വെയിറ്റ് ആണല്ലോ. ഇതൊക്കെ ഇട്ടെ എന്താ ഈ ഇറച്ചി ഇങ്ങോട്ട് ചോര പോവാത്തത്? കേട്ട ഇറച്ചി ഞാൻ പോവില്ല. കയ്യല്ല കൈറ്റ് പോകുന്നില്ല. ഇതെന്താ സാധനം? കവറെല്ലാം പാടി വരുന്നു. ഈ ഫ്രിഡ്ജ് ദിവസം എന്താ ഇപ്പം ചെയ്യേണ്ടത്? ഞാൻ ഒരു കാര്യം ചേർക്ക് വിഷമിച്ച് കണ്ണും കാണുന്നില്ല. ഒരു സാധനം ആക്കിക്കൂല്ല. മുട്ട പൊരിക്കാൻ നോക്കി ചവും പോയി. ഇതെന്തെങ്കിലും ഉണ്ടാകും. കാര്യമായിട്ട് ഞാൻ കുടിക്കുകയാണ്. ഇപ്പോൾ ഒരു സാധനം എൻ്റെ കൂടെ കൂട്ടാനാകത്തത് ചോറിട്ടുണ്ടോ നോക്കട്ടെ. സാധനം തിന്നാനില്ല. എന്ത് തേപ്പെടുത്ത് തിന്നോന്ന് അറിയില്ല. ചോറിലൊക്കെ വെള്ളം പാർന്ന് വെച്ചു. ഇതിന് തിന്നാനേ ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യാം. മുട്ട പൊരിക്കാൻ ഇപ്പം എന്താക്കാനാ ഞാൻ? ഒരു മുട്ടയാണ്. മുട്ട പൊരിക്കണോ? പേടിയാണ്. ഇതിപ്പോൾ ചെയ്യ പഠിച്ചോനെ. മുട്ടേനെ പൊരിക്കാം. ഇപ്പം എന്താക്കാനാ ഞാൻ? ഒന്നും ചെയ്യാനില്ല. ഇവിടെ ചട്ടിയുടെ ചട്ടി ഇല്ലല്ലോ. ഒരു ചട്ടി എടുത്തിട്ട് വരാം. ഞാൻ പാന് കിട്ടി. ഇത് ചൂടാക്കാൻ വെക്കണം. ഓരോ പണി എൻ്റെ മുമ്പിൽ വരുന്നു. കയ്യല്ല എനിക്ക്. മുട്ട പൊരിക്കാൻ വന്നിട്ട് ഞാൻ എല്ലാവരും പൊട്ടി വെച്ചാണ്. എന്താ പറയണ്ടേ? ചൂടാന്ന് വെയിറ്റ് ചെയ്ത് കുത്തിക്കണം. ഇവിടെ ഞാൻ ഫാസ്റ്റ് ചെയ്യുമ്പോൾ മുട്ട അടിച്ചാലും പൊട്ടത്തിൽ മുട്ടയെ വെക്കും. മുട്ട ഇനി എപ്പോൾ ഇത് ചൂടാവുക? തിന്നാണ്ട് സാധനം ഞാൻ പൈസ കണ്ണും കാണുന്നില്ല. ഇന്നേണ്ട വന്നാൽ കിട്ടില്ല. മുട്ടൻ്റെ ഇപ്പോൾ കാഴ്ച എന്തായാലും റെഡി കിട്ടുമോ? ഉറപ്പായിട്ട് 2 മുട്ട നശിപ്പിച്ച് ഞാൻ ഇത് പാട്ടിൽ നമ്മൾ മറ്റേതിനും കൂടി ഇത് നാടിച്ചാടി എന്തിൻ്റെ പൂപ്പടം കയറ്റി വരെ പേര്. എന്താ പഠിച്ചു ഇവിടെ ഒരു സാധനം ഇല്ല ഉണ്ടാക്കാൻ. ഇതൊന്നും ഉണ്ടാക്കി തോന്നി. ചട്ടി ചൂടായ എൻ്റെ കൈ കൊള്ളേ. അതത് ഞാൻ ചൂടാകൂടി. ചൂടായി. ഇത് പൊട്ടാത്ത പ്ലാസ്റ്റിക്കിൽ മുട്ട വേണ്ടല്ലോ. ഇത് പൊട്ടൊന്നുമില്ല. ഇതൊന്നാ ഇത് സ്പൂണോട്ട് എടുക്കട്ടെ. ബിരിയാണി മുട്ട വെച്ച് പോലെ കഴിഞ്ഞു പോവാ. പൊട്ടിത്തെറിക്കും. കുറച്ച് ഇപ്പിടട്ടെ. ഇപ്പിടാം. പൊട്ടിത്തെറിക്കല്ല. ദിനങ്ങാൻ പൊരിഞ്ഞു കഴിയാ. കുറച്ചൊരു നല്ല മഴ വരുന്നുണ്ട്.
ഡ്രസ്സ് എടുത്തോട്ടെ, ഞാൻ എല്ലാ കാര്യം പോക്കാം. അപ്പോൾ ഡ്രസ്സ് എടുക്കട്ടെ. പുറത്ത് നല്ല മഴ വരുന്നത്, ചെറുങ്ങനൊന്നുമില്ല. ഞാൻ പോയി ഡ്രസ്സ് എടുക്കട്ടെ. ഡ്രസ്സ് എടുത്ത് പഠിച്ചോളി, ഇത് മറന്നു പോയി എന്നോട്. ഞാൻ ഇത്രയും പൂട്ടത്തില്ല. ഞാൻ കറി ഒരു മുട്ട പോയാൽ പിന്നെ ഞാൻ മുട്ട വെച്ച സോനി. ഇവിടുന്ന് നല്ല ഇവിടുന്ന് പോവാ ഏറ്റവും നല്ല കാര്യം. പിന്നെ ഞാൻ മുട്ട വരച്ച് ഇമ്മ ഇപ്പം വരും, വൈകുന്നേരത്തേക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. ഇവിടെ 100 വീലോ കോരോടെ മനുഷ്യർ തുറക്കൂലെന്ന് പറഞ്ഞില്ല കൊച്ചോനെ. പുറകെ പോട്ടെ. ഇവിടുന്ന് പോയാൽ ഏറ്റവും നല്ല വൈ പടച്ചോനെ. നാട് വിടാം, നല്ല നാടായിട്ട് വരാം. ഒരു കാര്യം ചെയ്യാം, ഇവിടുത്തെ ബാക്കി പുറത്ത് വിളിച്ചേക്കും. കാണേ ഒന്നാതിമ്മന്നെ പഠിച്ചോനെ. നാട്ടുകാരിൽ ഇപ്പം എന്നെ കാണും. അതായിരിക്കും ഞാൻ എടുത്ത് കൂടുന്നേ. ഇവിടുന്ന് എസ്കേപ്പ് ആയിക്കോ. അതല്ല എൻ്റെ ഉള്ള ഇവിടുന്ന് ഇങ്ങനെ പോവാ. ഫുള്ള് ചളിയാണല്ലോ. ഈ ചളിയിലെ വീട്. ഞാൻ പോകുന്ന ഇവിടുന്ന്.